ഉച്ചക്കത്തേക്കുള്ള ചമ്മന്തി പൊടിക്കുന്ന കണ്ടപ്പം എനിക്ക് പെട്ടെന്നൊരു തോന്നൽ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമല്ലേ. ഇതെനിക്ക് കണ്ണേട്ടനെ ആഗ്രഹിച്ചുണ്ടാക്കി കൊടുക്കണം തോന്നിയതാണ്. അതിൻ്റെ ഇടയിൽ അമ്മ മീൻ പൊരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ നോക്കി നിൽക്കാതെ ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് അത് അടുപ്പത്ത് വെച്ച് അപ്പുറത്ത് പറമ്പ് പോയി ചോദിക്കും പറയും ചെയ്യാതെ ഒരു ഇല അങ്ങോട്ട് വീട്ടിട്ടു. കണ്ണേട്ടനൊരു ഭക്ഷണപ്രിയനൊന്നുമല്ല, പക്ഷെ കൊടുത്ത ഭക്ഷണം ഒരു കുറ്റവും കുറവും ഒന്നും പറയാതെ അതാര് കൊടുത്താലും മുഴുവനും ക്ലീനാക്കി കഴിക്കും. അതാണ് കണ്ണേട്ടന് കൊടുക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആ പ്ലേറ്റ് ക്ലീൻ ആയിരിക്കും. ആദ്യം ഞാൻ ചോറ് വിളമ്പി അതിൻ്റെ മുകളിൽ നമ്മുടെ ചമ്മന്തി വെച്ചു, മീൻ പൊരിച്ചത് വെച്ചു. അപ്പോഴാണ് മുട്ട വറുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. എന്നാൽ പോയി ഒരു മുട്ട കൂടി പൊരിച്ചു. പിന്നെ തലേന്നത്തെ കടുക്ക പൊരിച്ചതുണ്ട്, രാത്രി ഉണ്ടാക്കിയതായിരുന്നു. അതൊരു 5-6 പീസ് ഉണ്ടായിരുന്നു, അതും വെച്ചു. അച്ചാറും ഉപ്പേരിയും വെച്ചു. പൊതി അങ്ങോട്ട് മടക്കി. പക്ഷേ പപ്പടം വെക്കൂല്ലേന്ന് എനിക്കൊരു സംശയം. എന്തായാലും പപ്പടം വെച്ചാൽ പപ്പട രുചിയൊക്കെ മാറിപ്പോവും, തണുത്തു. അതുകൊണ്ട് ഞാനത് അതിൽ വെച്ചില്ല. പിന്നെ ആ പൊതിയും വെച്ചിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. 3 മണിയോടെയാണ് കണ്ണേട്ടൻ എത്തിയത് ഉടനെ തന്നെ ഞാനത് പൊതി കൊടുത്തു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു പൊതിയിൽ നിന്ന്. പിന്നെ സാമ്പാറും കൂട്ടി മൂപ്പർ അതൊരു പിടി പിടിച്ചു. അത് ക്ലീനാക്കി തന്നിട്ടുണ്ട്. അതോടെ എനിക്കും സന്തോഷമായി.